Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 8 Unit 1 Lesson 3 Little Things Matter. ഇന്ന് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള മൂന്നാമത്തെ ലെസനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ലിറ്റിൽ തിങ്സ് മാറ്റർ. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലുള്ള മൂന്നാമത്തെ ലെസനാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്, ലിറ്റിൽ തിങ്സ് മാറ്റർ. എഴുതിയിരിക്കുന്നത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊഫൈല് നമുക്കൊന്ന് നോക്കാം. APJ അബ്ദുൽ കലാം 1931-2015 ബോൺ ഇൻ രാമേശ്വരം, തമിഴ്നാട്. അപ്പോൾ രാമേശ്വരത്ത്, തമിഴ്നാട്ടിലുള്ള രാമേശ്വരം എന്ന സ്ഥലത്ത് 1931 APJ അബ്ദുൽ കലാം സർ ജനിച്ചത്. ഹി വാസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മാൻ ഹു ലെഡ് ഇന്ത്യാസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാം. അപ്പോൾ ഇദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ ബഹിരാകാശ രംഗത്ത് ആ ഒരു മിസൈലിൻ്റെ കാര്യങ്ങളും മിസൈൽ അയക്കുന്ന കാര്യങ്ങളും മറ്റും ലീഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫ്രം 2002 to 2007. 2002 മുതൽ 2007 വരെ ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. ഹിസ് ഡീപ്പസ്റ്റ് ഇൻട്രസ്റ്റ് ലേ ഇൻ ഷെയറിങ് ഹിസ് ഐഡിയാസ് വിത്ത് യങ് മൈൻഡ്സ്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ചെറിയ കുട്ടികളുമായിട്ട് അവരുടെ ഐഡിയാസ് അവരുടെ ഐഡിയാസ് പങ്കുവെക്കുക എന്നുള്ള കാര്യമായിരുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. എമംഗ് ഹിസ് വർക്ക്സ് ആർ ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, യു ആർ ബോൺ ടു ബ്ലോസം ആൻഡ് ടാർഗറ്റ് ബില്യൻസ്. അപ്പോൾ ഇത്രയുമാണ്, ഇതിൻ്റെയൊക്കെ വർഷങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത്. ഹി വാസ് ദ റെസിപ്പൻറ്റ് ഓഫ് സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ് ഇൻക്ലൂഡിംഗ് ദ ഭാരത് രത്ന, ഇന്ത്യാസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഇദ്ദേഹത്തിന് വിലമതിക്കാനാവാത്ത ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഭാരത് രത്ന, അതായത് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണറായിട്ടുള്ള ഏറ്റവും വലിയ ഇന്ത്യയുടെ ഒരു ബഹുമതിയാണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. അതടക്കമുള്ള ഒരുപാട് അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള പ്രൊഫൈലിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലെസണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. വി ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് സ്റ്റേജ്? അപ്പോൾ ആ ഓരോ കാലഘട്ടങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് അല്ലെങ്കിൽ കർത്തവ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ ദിസ് എക്സെപ്റ്റ് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോ, എ യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പിലുള്ള ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു യങ് ബോയ്, ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതായത് ഓരോ പ്രായത്തിലും മനുഷ്യർക്കുണ്ടാകുന്ന കർത്തവ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കടമകളെക്കുറിച്ച്. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവൻ്റെ പ്രായത്തിലുള്ള അവൻ്റെ കടമകളെക്കുറിച്ച് ആ ഒരു മനസ്സിലാക്കുന്ന ഒരു ലെസണാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അറ്റ് എ ടെൻഡർ ഏജ് ഹി ഫോർജസ് ഹിസ് ഓൺ bonds of life and evolves into a responsible member of the family, playing his role with pride and joy. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ ജീവിത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ഒരു അംഗമായി മാറുകയും താൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയും, പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിർവഹിക്കുകയും ചെയ്യുന്ന ആ ഒരു കുട്ടിയുടെ കഥയാണ് നമുക്കിവിടെ
പഠിക്കാനായിട്ടുള്ളത്. അതായത് APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നതെന്ന്. Every morning, a large pile of newspapers in English and Tamil is delivered to me. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും ഇംഗ്ലീഷിലും തമിഴിലുമുള്ള ഒരു കെട്ട് പത്രങ്ങൾ, പൈൽ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പത്രങ്ങൾ എവിടെ വരുമായിരുന്നു? ഈസ് ഡെലിവേർഡ് ടു മീ, എനിക്ക് എത്തുമായിരുന്നു. അതായത് APJ അബ്ദുൽ കലാമിന് വായിക്കുന്നതിന് വേണ്ടി എത്തുമായിരുന്നു. ഡ്യൂറിങ് മൈ ട്രാവൽസ് എബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു വാർത്തകളുമായിട്ട് ഒരു ബന്ധം ഞാൻ സ്ഥാപിക്കുമായിരുന്നു. അതായത് ഇന്ത്യയിലുള്ള വാർത്തകളും ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഡെയിലി ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. I do this by going online to read news articles and editorials in magazines and papers. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ബന്ധം, ഞാൻ വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ന്യൂസിൻ്റെ ബന്ധം ഞാൻ നിലനിർത്തുന്നത് ഓൺലൈനിലൂടെയുള്ള മാഗസീനിലും പത്രങ്ങളിലും മറ്റും വരുന്ന എഡിറ്റോറിയലും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അറിയുന്നുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലെ കാര്യങ്ങളുമായിട്ടും ഞാനൊരു ബന്ധം പുലർത്തിയിരുന്നത്. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. 1931 ഞാൻ ജനിച്ചത്. വെൻ ഐ വാസ് അബൌട്ട് 8, വേൾഡ് വാർ സെക്കൻഡ് ബ്രോക്ക് ഔട്ട്. എനിക്ക് ഏതാണ്ട് 8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഡെയിലി ലൈഫ് however remained fairly unaffected initially, particularly for us in the southern tip of the country. ദൈനംദിന ജീവിതത്തിൽ ഈ രണ്ടാം ലോക മഹായുദ്ധം ആദ്യകാലത്തൊന്നും അത്ര കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചിട്ടും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു തമിഴ്നാട്ടിലെ ഈ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഔട്ട്സൈഡ് വേൾഡ് വാസ് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ പുറം ലോകത്തുള്ള വാർത്തകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് പത്രങ്ങൾ മാത്രമായിരുന്നു. ദ ഏജൻസി ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് വാസ് റൺ ബൈ മൈ കസിൻ ഷംസുദ്ദീൻ. അപ്പോൾ ഈ ഒരു പത്രവിതരണം നടത്തുന്നത് ആ ഒരു ഏജൻസി അത് നടത്തുന്നത് എൻ്റെ ബന്ധുവായ എൻ്റെ കസിനായ ഷംസുദ്ദീൻ ആയിരുന്നു. Along with Jalaluddin, he was a big influence in my early life. എൻ്റെ ആദ്യകാല ജീവിതത്തിൽ ജലാലുദ്ദീനോടൊപ്പം, അതായത് ജലാലുദ്ദീനും ഷംസുദ്ദീനുമായിരുന്നു എന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തികൾ. Shamsuddin had great affection for me and encouraged me in so many ways that he became a ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അപ്പോൾ ഷംസുദ്ദീൻ എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. ഗ്രേറ്റ് എഫെക്ഷൻ ഫോർ മീ, എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. അതുകൂടാതെ തന്നെ എന്നെ പല വിധത്തിലും ഷംസുദ്ദീൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ദാറ്റ് ഹി ബിക്കെയിം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ, അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായിരുന്നു. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. അപ്പോൾ രാമേശ്വരത്തുള്ള ഷംസുദ്ദീൻ്റെ ഈ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. There were about 1,000 literate people in the town and he delivered newspaper to all of them. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഏതാണ്ട് ആയിരക്കണക്കിന് സാക്ഷരർ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ ഷംസുദ്ദീൻ്റെ ഏജൻസിയായിരുന്നു പത്രങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. The paper carried news about the independence movement that was heading towards across at the time. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്ന വാർത്തകളൊക്കെ ആ സമയത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. These news item would be read and discussed among everyone. പത്രത്തിൽ വരുന്ന ഈ വാർത്തകളൊക്കെ എല്ലാവരും വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. There would also be news from the war front about Hitler and the Nazi army. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയിലുള്ള ഹിറ്റ്ലറുടെയും നാസി പടയുടെയും അവരുടെയൊക്കെ വാർത്തകളും ഒക്കെ
ഈ ഒരു യുദ്ധമുഖത്ത് നിന്ന് എല്ലാവരും അറിയുന്നത് ഈ പത്രങ്ങളിലൂടെയായിരുന്നു. ദ തമിഴ് പേപ്പർ ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. അപ്പോൾ ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ അന്നുണ്ടായിരുന്ന പത്രങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്, ഏറ്റവും അറിയപ്പെടുന്ന പത്രം എന്ന് പറയുന്നത് തമിഴ് പത്രമായ ദിനമണിയായിരുന്നു. ദ വേ ദ പേപ്പർ റീച്ച് രാമേശ്വരം വാസ് ക്വൈറ്റ് യൂണിക്ക്. അപ്പോൾ രാമേശ്വരത്ത് പേപ്പറുകൾ, അതായത് ഈ പേപ്പറുകൾ എത്തുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ദേ കെയിം ബൈ മോർണിംഗ് ട്രെയിൻ ആൻഡ് വെയർ കെപ്റ്റ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. മോർണിംഗ് രാവിലെയുള്ള ട്രെയിനിലായിരുന്നു പത്രങ്ങൾ അവിടെ എത്തിയിരുന്നത്. എന്നിട്ട് അത് രാമേശ്വരം സ്റ്റേഷനിൽ സൂക്ഷിക്കും. ഫ്രം ദർ ദേ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പത്രങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തിട്ട് എല്ലാ വരിക്കാരിലേക്കും എത്തിക്കുന്നത്. ദിസ് വാസ് ഷംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. അപ്പോൾ ഇതാണ് ഷംസുദ്ദീൻ്റെ ബിസിനസ്. ഇത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഷംസുദ്ദീൻ എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. However, as World War II raged, it affected the newspaper delivery business in a strange way. എന്നാൽ ഹൗവർ എന്നിരുന്നാലും, അതായത് വളരെ സ്മൂത്തായിട്ട് ഈ ഒരു ബിസിനസ് കൊണ്ടുപോവുകയായിരുന്നു. എന്നിരുന്നാലും രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് ഈ ഒരു വിതരണ ബിസിനസ്സിനെ ഒരു വിചിത്രമായ രീതിയിൽ ബാധിച്ചു. അതെങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് അടുത്ത ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഈ പത്രവിതരണത്തെ ബാധിച്ചതെന്ന്. The British government had placed a number of sanctions and rations on goods. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ സാധനങ്ങൾക്ക് മേൽ നിരവധി ഉപരോധങ്ങളും റേഷനുകളും പരിമിതികളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അതായത് ഒരു അടിയന്തരാവസ്ഥ പോലുള്ള എന്തോ ഒന്ന് ആ സമയത്ത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് acutely. അപ്പോ എൻ്റെ വലിയ കുടുംബം, ഞങ്ങളുടെ വലിയ കുടുംബത്തിന് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വളരെ രൂക്ഷമായി തന്നെ അനുഭവിക്കേണ്ടി വന്നു. അതായത് ഈ സാധനങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങളും ഈ ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തത് വലിയ കൂട്ടുകുടുംബമായിട്ടാണ് ആര് താമസിച്ചിരുന്നത്, APJ അബ്ദുൽ കലാം സർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കുടുംബത്തിനെ ഇത് വളരെയധികം രൂക്ഷമായിട്ട് ബാധിച്ചു. ഫുഡ്, clothes, the needs of the babies of the household all became difficult. ഭക്ഷണം, വസ്ത്രം, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഇവയെല്ലാം വാങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടായി തീർന്നു. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഷംസുദ്ദീൻ എന്നെ വളരെയധികം ആവേശഭരിതനും സന്തോഷിപ്പിക്കുന്നതുമായ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചത്, അതായത് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ അവിടെ നടപ്പിലാക്കിയ പല നിയമങ്ങളുടെയും ഫലമായിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു റെയിൽ സ്റ്റോപ്പും എന്തായി, അവിടുന്ന് ഇല്ലാതാക്കി. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പർ വിതരണം അതിന് എന്ത് സംഭവിക്കും? How were they to be collected and distributed to all people of the town? എങ്ങനെയാണ് അവ ശേഖരിച്ച് പട്ടണത്തിലെ എല്ലാ ആൾക്കാർക്കും വിതരണം ചെയ്യുക? ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. ഷംസുദ്ദീൻ ഒരു വഴി കണ്ടെത്തി. അതായത് രാമേശ്വരം സ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, അവിടെയുള്ള റെയിൽവേ സ്റ്റോപ്പ് നിർത്തലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പത്രങ്ങൾ എല്ലാവരുടെയും വീട്ടിലെത്തിക്കാനുള്ള ഒരു വഴി ഷംസുദ്ദീൻ കണ്ടുപിടിച്ചു. ദ പേപ്പർ വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. പേപ്പറുകളൊക്കെ എന്ത് ചെയ്തു, വലിയ കെട്ടുകളാക്കി തയ്യാറാക്കി. As the train chugged down the Rameshwaram Dhanishkodi track, they would be flung out onto the platform. അപ്പോൾ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് നിർത്തലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ചില സ്റ്റോപ്പിലെത്തുമ്പോൾ നമുക്കറിയാം ട്രെയിൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, വളരെ സാവധാനത്തിലൂടെ നീങ്ങും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ ട്രെയിൻ പതുക്കെ നീങ്ങുമ്പോൾ ഈ ഒരു പത്രക്കടലാസുകൾ, ഈ പത്രക്കെട്ടുകൾ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും.
ആൻഡ് ദാറ്റ് ഈസ് വെയർ ഐ കെയിം ഇൻ. അപ്പോഴാണ് ഞാൻ അവിടെ എത്തേണ്ടത്. അതായത് ഈ പത്രക്കെട്ടുകൾ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് അബ്ദുൽ കലാം സാർ എവിടെ എത്തേണ്ടത്? അവിടെ എത്തേണ്ടത് സ്റ്റേഷനിൽ. ഷംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പർ ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൗണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഓടുന്ന ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഈ പേപ്പറുകളെല്ലാം ശേഖരിച്ച് നഗരത്തിൽ മുഴുവൻ വിതരണം ചെയ്യുന്നതിനുള്ള രസകരമായ ഒരു ജോലിയാണ് ഷംസുദ്ദീൻ എനിക്ക് വാഗ്ദാനം ചെയ്തത്. മൈ എന്തൂസിയാസം ന്യൂ നോ ബോൺസ്. എൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. ഐ വാസ് ഓൺലി 8, but I was going to contribute in a meaningful way to the household income. എനിക്ക് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടിലെ വരുമാനത്തിലേക്ക് അർത്ഥവത്തായ രീതിയിൽ, മീനിങ്ഫുള്ളായ രീതിയിൽ ഞാൻ സംഭാവന ചെയ്യാൻ പോവുകയായിരുന്നു. അതായത് ഈ ഷംസുദ്ദീൻ ഓഫർ ചെയ്ത ജോലിയിലൂടെ. For many days I had noticed the amount of food on my mother and grandmother's plate becoming lesser and lesser as they divided the portions between all of us. അപ്പോൾ എൻ്റെ അമ്മയും മുത്തശ്ശിയും ഉള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെക്കുമ്പോൾ അവരുടെ പ്ലേറ്റുകളിലെ ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായി ഞാൻ പല ദിവസങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. അപ്പം നമുക്കറിയാം, വീട്ടിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കഴിക്കുമ്പോൾ അവർ പൊതുവേ ആ ശേഷിക്കുന്ന ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത്. അപ്പോൾ ഫാമിലി നല്ല വെൽ സെറ്റിൽഡ് ആണെങ്കിൽ അവർക്കും എന്തുണ്ടാവും, കഴിക്കാനുള്ള, ആവശ്യത്തിലധികം കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും. താരതമ്യേന പ്രാരാബ്ധമൊക്കെയുള്ള കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പല നിയമങ്ങളും കാരണം ഇവർക്ക് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിയുടെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും പ്ലേറ്റിലുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞ് വന്നത്. The children were always fed fast and I don't remember any of us ever going hungry. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ആദ്യം ഭക്ഷണം വീട്ടിൽ നിന്ന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളാരും വിശന്നിരുന്നതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. അപ്പോൾ കുട്ടികൾക്കെല്ലാം ആവശ്യത്തിനധികമുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മുതിർന്നവരുടെ ഭക്ഷണത്തിലെ പാത്രത്തിൻ്റെ അളവ് കുറഞ്ഞേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം വളരെ കൃത്യമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. Obviously, the women were compromising on their nutrition for us. തീർച്ചയായും വീട്ടിലെ സ്ത്രീകൾ അവരുടെ ആ ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യായിരുന്നു, വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. ഐ റെഡിലി ആക്സെപ്റ്റഡ് ഷംസുദ്ദീൻ ഓഫർ. ഷംസുദ്ദീൻ്റെ ഓഫർ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. However, my new job had to be fitted into my regular routine. എന്നിരുന്നാലും എൻ്റെ പുതിയ ജോലി എൻ്റെ പതിവ് ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അതായത് ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ ഞാൻ ഏതും ചെയ്യണം, ഈ ജോലിയും ഞാൻ ചെയ്യണം. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. എൻ്റെ പഠനവും എൻ്റെ സ്കൂളും പഴയതുപോലെ തന്നെ എനിക്ക് തുടരുകയും വേണം. ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു ബി അക്കോമഡേറ്റഡ് എമിസ്റ്റ് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ്. എൻ്റെ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഡെലിവറി ബിസിനസ്സും എന്ത് ചെയ്യണമായിരുന്നു, നടത്തേണ്ടതുണ്ടായിരുന്നു. Among my siblings and cousins, I had shown an early aptitude for mathematics. എൻ്റെ സഹോദരങ്ങളുടെയും കസിൻസിൻ്റെയും ഇടയിൽ ഞാൻ മാത്തമാറ്റിക്സിൽ ഒരു പ്രത്യേക അഭിരുചി കാഴ്ചവെച്ചിരുന്നു. My father had arranged for me to take tuitions from our mathematics teacher. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് നമ്മുടെ മാത്സ് ടീച്ചർ അടുത്തു നിന്നും മാത്സ് അധ്യാപകനിൽ നിന്നും ട്യൂഷൻ എടുക്കാൻ ഏർപ്പാട് ചെയ്തു. My father had arranged for me to take tuition from our mathematics teacher. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. അപ്പോൾ ടീച്ചർക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് തൻ്റെ ട്യൂഷൻ സെന്ററിൽ എത്തുന്ന കുട്ടികൾ ഡോൺ മീൻസ് പ്രഭാതത്തിൽ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടേക്ക് വരാവൂ. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പുലർച്ചെ ആ ഒരു ട്യൂഷൻ സെന്ററിൽ എത്തേണ്ടത്, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തേണ്ടത്. സോ ഫോർ എ ഇയർ which was the duration of the tuition, I started my day while it was still dark outside. ട്യൂഷൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷമായിരുന്നു. ആ സമയത്ത് പുറത്ത് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ
എൻ്റെ ആ ഒരു ദിവസം ആരംഭിക്കേണ്ടതായുണ്ട്. എന്തുകൊണ്ടാണ് പുറത്ത് ഇരുട്ടായി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ദിവസം ആരംഭിക്കുന്നത്? ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ് വിത്ത് മൈ മദർ ഷേക്കിംഗ് മീ എവേക്ക്. എൻ്റെ അമ്മയായിരുന്നു ആ സമയത്ത് തന്നെ വിളിച്ച് ഉണർത്താറുണ്ടായിരുന്നത്. ഷീ ഹേഴ്സെൽഫ് വുഡ് ഹാവ് റൈസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. അപ്പം അമ്മയും എന്ത് ചെയ്യണം? എന്നേക്കാൾ നേരത്തെ അമ്മയും എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നിട്ട് എനിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അമ്മ ഒരുക്കി വെക്കണമായിരുന്നു. ഷീ വുഡ് ഹെൽപ്പ് മീ ബേത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അമ്മ എന്നെ കുളിപ്പിക്കാൻ സഹായിച്ച് ടീച്ചറെ വീട്ടിലേക്ക് അയക്കും. I would study for an hour and return by 5 AM. അവിടെ 1 മണിക്കൂർ പഠിച്ച് പുലർച്ചെ 5 മണിക്ക് ഞാൻ തിരിച്ചെത്തും. By then my father would be ready to take me to the Arabic school nearby. അതിനുശേഷം അച്ഛൻ എന്നെ എന്ത് ചെയ്യും? വീട്ടിനടുത്തുള്ള അറബിക് സ്കൂളിലേക്ക് കൊണ്ടുപോകും. അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ രാവിലെ മദ്രസ പഠനവും മറ്റും ആർക്കുണ്ടാവും? നമ്മുടെ കലാം സാറിനുണ്ടാവും അല്ലേ? അതുകൊണ്ട് ഈ ഒരു ട്യൂഷൻ കഴിഞ്ഞ് വന്നാലുടനെ എങ്ങോട്ടേക്ക് പോകണം? ഈ അറബി ക്ലാസ്സിലേക്ക് പോകണം അല്ലെ? അറബി സ്കൂളിലേക്ക് പോകണം. മദ്രസ പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പാഠം കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടും. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. താമസിയാതെ തന്നെ എൻജിൻ്റെ പുക ദൂരെ നിന്ന് എനിക്ക് കാണാമായിരുന്നു. അതായത് ഞാൻ ഓടി സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ദൂരെ നിന്നും എൻജിൻ്റെ പുക എനിക്ക് കാണാമായിരുന്നു. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. ഉച്ചത്തിലുള്ള ഹോൺ മുഴക്കുകയും ഇടിമുഴക്കത്തോടെ ട്രെയിൻ സ്റ്റേഷനിലൂടെ കടന്നു പോവുകയും ചെയ്യും. I had worked out the best spot from which to keep an eye out for the flying newspaper bundles. അപ്പോൾ പറന്നു വരുന്ന ആ ഒരു ന്യൂസ് പേപ്പർ കെട്ടുകൾ അത് വളരെ ശ്രദ്ധാപൂർവം നോക്കാൻ പറ്റുന്ന ഒരു ഇടം നോക്കി ഞാൻ അവിടെ എന്ത് ചെയ്യും? ഞാൻ അവിടെ നിലയുറപ്പിക്കും. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അതായത് ക്ലോക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നിലക്കാതെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ പോലെ. അപ്പോൾ അതുപോലെ വളരെ കൃത്യമായിട്ട് ആ പത്രക്കെട്ടുകൾ എന്ത് ചെയ്യും? ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തപ്പെടും. ദ ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് എവേ. ഷംസുദ്ദീൻ പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അപ്പോൾ ആ ട്രെയിൻ അപ്പോഴേക്ക് ഒരു ഹഫ് ആൻഡ് പഫ് എന്ന് പറഞ്ഞാൽ ഒരു കിതപ്പോടെ അല്ലേ? ആ ഒരു ട്രെയിൻ പോകുന്ന ആ ഒരു സൗണ്ടിനെയാണ് അവിടെ പറയുന്നത്. ആ ഒരു കിതപ്പോടുകൂടി ട്രെയിൻ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ഷംസുദ്ദീൻ്റെ ആ ഒരു ട്രെയിനിൽ നിന്നും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ ഒരു വ്യക്തിയുണ്ടല്ലോ, അവരവിടെ നിന്നും എന്ത് ചെയ്യും? എന്നെ നോക്കി കൈ വേവ് ചെയ്യും. കൈ എന്ത് ചെയ്യും? കൈ വീശി കാണിക്കും. അപ്പോൾ മുതൽ എൻ്റെ ജോലി ആരംഭിക്കുകയായി. I then picked up the bundles, divide them up into batches according to the neighborhood in which the paper had to be distributed, and off I went. ഞാൻ എന്ത് ചെയ്യും? പത്രങ്ങൾ വിതരണം ചെയ്യേണ്ട പ്രദേശങ്ങൾക്കനുസരിച്ച് ബാച്ചുകളായി വിഭജിച്ച് ഞാൻ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യും. For about an hour tour around രാമേശ്വരം delivering the newspaper to everyone. ഏകദേശം 1 മണിക്കൂറോളം രാമേശ്വരം ചുറ്റി നടന്ന് പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും എത്തിക്കും. സൂൺ ഐ ബിഗാൻ ടു ഐഡൻറ്റിഫൈ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദ റീഡ്. പെട്ടെന്ന് തന്നെ എനിക്ക് ഓരോരുത്തരും വായിക്കുന്ന പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റി. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. അപ്പോൾ പല ആൾക്കാരും എന്നെ രാവിലെ തന്നെ പത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. പലപ്പോഴും 1-2 സൗഹൃദ സംഭാഷണങ്ങളും ഉണ്ടാകും. സം വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോം സോ ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. ചില ആൾക്കാർ എന്ത് പറയും? സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ പറയും. I think most people enjoyed being handed their papers by a cheerful 8-year-old. അപ്പോൾ 8 വയസ്സുകാരനായ ഒരു കുട്ടി ഈ അവരുടെ പത്രങ്ങൾ നൽകുന്നത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ കുട്ടി പത്രവിതരണം നടത്തുന്നത് അവരുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഇഷ്ടമാണ് എന്നാണ് കലാം കരുതുന്നത്. Our town being on the east coast, by the time the work was over at 8 AM, the sun would be high up in the sky. ഞങ്ങളുടെ പട്ടണം കിഴക്കൻ തീരത്തായതിനാൽ രാവിലെ 8 മണിക്ക് ജോലി കഴിയുമ്പോഴേക്കും സൂര്യൻ ആകാശത്ത്
ഉയർന്നു നിൽക്കും. Now I headed back home where my mother waited with breakfast. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലേക്ക് മടങ്ങും. അവിടെ അമ്മ രാവിലത്തെ ഭക്ഷണവുമായിട്ട് പ്രഭാത ഭക്ഷണവുമായി കാത്തിരിക്കും. A simple meal would be served, but how hungry I was. വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമായിരുന്നു അവിടെ പ്രഭാത ഭക്ഷണമായിട്ട് ഉണ്ടാവുക. പക്ഷേ എനിക്ക് അത്രമാത്രം വിശപ്പുണ്ടാകുമായിരുന്നു. കാരണം രാവിലെ മുതൽ ജോലി ചെയ്യല്ലേ. Then hungry I was. My mother made sure I ate every morsel before sending me off to school. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് എന്നെ അയക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഭക്ഷണങ്ങൾ, അതിലുള്ള എല്ലാ കഷ്ണങ്ങളും, എനിക്ക് രാവിലെ തന്നിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ കഷ്ണങ്ങളും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തും. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദെയർ. അപ്പോഴും എൻ്റെ വർക്ക് അവിടെ എന്താവില്ല? അവസാനിക്കില്ല. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ I would do the rounds of Shamsuddin's customers again, collecting dues. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിനെ ചുറ്റി നടന്ന് കണ്ട് വീണ്ടും പണം ശേഖരിക്കും. രാവിലത്തെ പത്രത്തിൻ്റെ പണം ശേഖരിക്കും. Then I would meet him so that he could work out the accounts of the day. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഷംസുദ്ദീനെ കാണും, അദ്ദേഹത്തെ കാണും. അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ കണക്കുകളൊക്കെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കഴിയും അല്ലേ. അന്ന് ഓരോരുത്തരും വൈകുന്നേരം ആകുമ്പോൾ രാവിലെ പത്രങ്ങൾ കൊടുത്താൽ വീട്ടുകാരുടെ വീട്ടുകളിലൊക്കെ പോയി ആ പൈസയൊക്കെ കളക്ട് ചെയ്ത് ഷംസുദ്ദീനെ കണ്ട് ഷംസുദ്ദീനെ ഏൽപ്പിക്കുമ്പോൾ അന്നത്തെ കണക്കുകളൊക്കെ ഷംസുദ്ദീൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. At that time, sitting somewhere near the sea with the breeze blowing in, Jalaluddin or Shamsuddin would finally open up the day's paper. ആ സമയത്ത് ആ ഒരു കടൽ തീരത്തിനടുത്ത് എവിടെയെങ്കിലും ഇരുന്ന് കാറ്റ് വീശുമ്പോൾ ജലാലുദ്ദീനോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ അന്നത്തെ ആ ഒരു പത്രം അന്ന് വൈകുന്നേരമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കും. ഓൾ ഓഫ് us would pour over the black type of ദിനമണി. എല്ലാവരും ആ ഒരു ദിനമണിയുടെ കറുത്ത അക്ഷരങ്ങളിലൂടെ സസൂക്ഷ്മമായി നോക്കും. അതായത് ആ ഒരു വൈകുന്നേരങ്ങളിൽ കടൽ തീരത്തിരുന്ന് അവരെന്ത് ചെയ്യും? ആ പത്രം വായിക്കും എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റം ആൻഡ് സ്ലോലി ദ ലാർജർ ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻ്റർ അവർ കോൺഷ്യസ്നെസ്. അപ്പോൾ അവരിൽ ഒരാൾ എന്ത് ചെയ്യും? ആ പത്രവാർത്തകൾ ഉറക്കെ വായിക്കും. അപ്പോൾ പതുക്കെ ആ വലിയ പുറം ലോകം നമ്മുടെ ബോധത്തിലേക്ക് കടന്നു വരും. അതായത് പുറം ലോകത്തെ വാർത്തകളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇവരുടെ ആ ഒരു ബോധത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇവരിലേക്ക് വരും. പത്രത്തിലൂടെ നമുക്ക് അറിവുകൾ കിട്ടുമല്ലോ, അതൊക്കെ ഇവരിലേക്കും എത്തും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി, ദെയർ വേർഡ്സ് വുഡ് ഹാങ് ഇൻ ദ ഈവനിങ് എയർ. അപ്പോൾ അവർ വായിക്കുന്ന പത്രങ്ങളിലുള്ള കണ്ടന്റുകളാണ് പറയുന്നത്. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി, ഇവരുടെയൊക്കെ വാക്കുകൾ, അതായത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും എന്ത് ചെയ്യും? ആ വൈകുന്നേരങ്ങളിലുള്ള ആ എയറിൽ തങ്ങി നിൽക്കും. ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ്. ഞാൻ ആ പത്രങ്ങളിലുള്ള ഫോട്ടോസും അതിലുള്ള വേർഡ്സും ഒക്കെ എൻ്റെ ഫിംഗർ കൊണ്ട് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. ഈ മഹാന്മാരുടെയൊക്കെ കൂടെ പുറം ലോകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ അവസ്ഥകളായിരിക്കും എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഓർത്ത് അത്ഭുതപ്പെടും. മേ ബി I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. കൂടാതെ ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കും, ഒരു പക്ഷേ ഞാനും എന്ത് ചെയ്യുമായിരിക്കും? ഇത്തരം ബിഗ് സിറ്റീസായ മദ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലുമൊക്കെ ഒരിക്കൽ പോകുമായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു കൂട്ടും. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോട്ട് ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു. ഗാന്ധിജിയെയും പണ്ഡിറ്റ് നെഹ്റുവിനെയൊക്കെ കാണാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഞാൻ എന്തായിരിക്കും അവരോട് പറയുക? ഇതൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടും. ബട്ട് സച്ച് തോട്ട്സ് വെയർ സൂൺ ഇൻ്ററപ്റ്റഡ് ബൈ ദ കോൾസ് ഓഫ് മൈ പ്ലേമേറ്റ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കളിക്കൂട്ടുകാരുടെ ആ ഒരു വിളിയിൽ എന്താവും? ഈ ചിന്തകളൊക്കെ തടസ്സപ്പെടും. ആൻഡ് ദെൻ ദ കോൾ ഫോർ ഡിന്നർ. അല്ലെങ്കിലോ അമ്മയുടെ വിളി ഉണ്ടാവും അല്ലേ? ഡിന്നർ കഴിക്കാനുള്ള അമ്മയുടെ വിളി ഉണ്ടാവും. അതോടുകൂടി ഈ ചിന്തകളൊക്കെ തടസ്സം സംഭവിക്കും.
ദർ വാസ് ഹോംവർക്ക് ടു ബി ഡൺ. അതിനുശേഷം എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. ആൻഡ് ഈവൻ ആൻ 8-year-old ഹാസ് ഓൺലി ദാറ്റ് മച്ച് എനർജി ടു സ്പെൻഡ്. അപ്പോഴേക്കും ആ ഒരു 8 വയസ്സുകാരൻ കുട്ടിക്ക് അത്രയും എനർജി മാത്രമേ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ്ലെസ് സ്ലീപ്പ്. 9 മണിയാകുമ്പോഴേക്കും ഞാൻ നല്ല ഗാഠനിദ്രയിലായിട്ടുണ്ടാകും. ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അപ്പോൾ അടുത്ത ദിവസമുള്ള കൂടുതൽ പഠനങ്ങൾക്കും ഒരു ജോലിക്കാരൻ്റെ ജീവിതത്തിനും, അതായത് ഒരു വർക്കിംഗ് മാൻ ആണല്ലേ, അതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജിയൊക്കെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി 9 മണിയാകുമ്പോഴേക്കും ഞാൻ എന്തായിട്ടുണ്ടാവും? ഗാഠ നിദ്രയിലായിട്ടുണ്ടാവും. ദിസ് റുട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഈ ഒരു ദിനചര്യ 1 വർഷത്തോളം തുടർന്നു. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൗണ്ട് വിത്ത് ദ പേപ്പർ ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. അപ്പോൾ ആ ഒരു വർഷം ഈ പേപ്പറുകളുമായി ഓടി നടന്ന് ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ കൂടുതൽ ഉയരവും കൂടുതൽ എൻ്റെ നിറം മങ്ങയും ചെയ്തു. അതായത് ആ കളർ എന്ത് ചെയ്തു? ഒന്നുകൂടെ ഡാർക്കായി. ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് quite accurately the distance I could cover at a sprint with a bundle of paper in my hand. ഒരു കെട്ട് പേപ്പറുകളുമായി ഒരേ സ്പീഡിൽ എത്ര ദൂരം എനിക്ക് സഞ്ചരിക്കാമാകുമെന്ന് എനിക്കിപ്പോൾ കൃത്യമായി വിലയിരുത്താൻ പറ്റും. അതായത് ഈ ഒരു കെട്ട് പേപ്പറും കൊണ്ട് ഞാൻ പോകുന്ന ദൂരം, ഈ ഒരു സമയത്തിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വാരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യത എനിക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ വിവിധ പ്രദേശങ്ങളിൽ എനിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. ഐ കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് ദ amount owed to Shamsuddin by each of his subscribers and could reel off the names of those who had not paid up that day. അതായത് ഷംസുദ്ദീൻ്റെ ഓരോ വരിക്കാരനും അദ്ദേഹത്തിന് നൽകാനുള്ള തുക ഞാൻ എൻ്റെ മനസ്സിൽ കണക്കാക്കും. ആ ഒരു ദിവസം പണം നൽകാത്തവരുടെ ആ ഒരു പേരുകളും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി I learned that to be a working man meant you had to be up and ready to face the day, whatever else may happen to you. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു വർക്കിംഗ് മാൻ, ഒരു ജോലിക്കാരനാകുക എന്നാൽ അതിൻ്റെ ആ ഒരു അർത്ഥം എന്താണെന്ന് എനിക്ക് അതിൻ്റെ ശരിയായ വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഉണർന്നിരിക്കുകയും ആ ഒരു ദിവസത്തെ എങ്ങനെ നേരിടാൻ തയ്യാറാവുകയും ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതായത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ചെയ്യുന്ന വർക്കുകൾ എന്താവണം? കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഹോംവർക്ക്, ട്യൂഷൻ, പ്രേയേഴ്സ് all carried on. ബട്ട് ദ മദ്രാസ് ധനുഷ്കോടി മെയിൽ വുഡ് നോട്ട് വെയിറ്റ് ഫോർ മീ. ഗൃഹപാഠം, ട്യൂഷൻ, പ്രാർത്ഥനകൾ എല്ലാം അങ്ങനെ തുടർന്നു പോവുകയാണ്. പക്ഷേ മദ്രാസ് ധനുഷ്കോടി മെയിൽ എനിക്ക് വേണ്ടി കാത്തു നിന്നില്ല. അതായത് അതെന്ത് ചെയ്യും? അതിൻ്റെ കറക്റ്റ് സമയത്ത് പോവും. അപ്പം ഞാൻ ഈ കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ, എൻ്റെ ഹോംവർക്കിൻ്റെയും ട്യൂഷൻ്റെയും പ്രേയേഴ്സിൻ്റെയൊക്കെ ഇടയിൽ കൃത്യമായി ആ ട്രെയിൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തുകയും ചെയ്യണം. ഐ ഹാഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം ആൻഡ് അറ്റ് ദ കറക്റ്റ് പോയിൻറ്റ് ടു കളക്ട് ദ ബണ്ടിൽ ആസ് ദേ കെയിം ഫ്ലൈയിങ്. അതായത് പറന്നു വരുന്ന ആ പത്രക്കെട്ടുകൾ ആ ഒരു കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് സമയത്ത് എത്തിയിട്ട് ഇതിൻ്റെയൊക്കെ ഈ ഒരു തിരക്കിൻ്റെയൊക്കെ ഇടയിൽ, അതായത് ട്യൂഷൻ, ഹോംവർക്ക്, പ്രേയേഴ്സ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ ഈ ജോലി ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു കറക്റ്റ് ടൈമിൽ നിർവഹിക്കണം. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് seeking to it that I kept my word to my cousin Shamsuddin, no matter what. എൻ്റെ ഈ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയും എൻ്റെ കസിൻ ഷംസുദ്ദീനോടുള്ള വാക്ക് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട എൻ്റെ ആദ്യത്തെ ശ്രമമായിരുന്നു ഈ ഒരു ജോലി. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? വളരെ കൃത്യമായിട്ടായിരിക്കണം. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച ഒരു സമയമായിരുന്നത്. ആൻഡ് ലവ്ഡ് എവറി മൊമെൻ്റ് ഓഫ് ഇറ്റ്. അതിൽ ഓരോ നിമിഷങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആസ്വാദ്യകരമാക്കുകയും ചെയ്ത സമയങ്ങളായിരുന്നു. ഓഫൺ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ഇൻറ്റൻസ് ടയർഡ്നെസ് എവറി നൈറ്റ്. എല്ലാ രാത്രിയും കഠിനമായ ക്ഷീണം ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച എൻ്റെ ഒരു ജീവിത നിമിഷങ്ങളായിരുന്നു അത്.
My mother often fretted at my taking up this additional work and the toll it was taking on me. But I shook my head and smiled at her. ഈ അധിക ജോലി ഞാൻ ഏറ്റെടുക്കുന്നതിലും അത് എനിക്ക് വരുത്തി വെക്കുന്ന ഭാരത്തിലും എൻ്റെ അമ്മ പലപ്പോഴും വിഷമിച്ചിരുന്നു. ഫ്രെറ്റഡ് മീൻസ് വറീഡ്, വിഷമിച്ചിരുന്നു. ബട്ട് ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ അത് നിഷേധിക്കുകയും അമ്മയെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് വെയർ സംഹൗ ഹെൽപ്പിംഗ് അസ് ഓൾ ആൻഡ് ദാറ്റ് ഷി വാസ് സീക്രറ്റ്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിംഗ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8 kept me going with a smile on my face. A working man at the age of 8. എൻ്റെ ഈ ഒരു ചെറിയ വരുമാനം നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ സഹായിക്കുന്നുണ്ടെന്നും ഞാനൊരു വർക്കിംഗ് മാൻ ആയതിൽ 8ാമത്തെ വയസ്സിൽ ഒരു ജോലിക്കാരൻ്റെ റോൾ ഞാൻ ഏറ്റെടുത്തതിൽ എൻ്റെ അമ്മ വളരെ രഹസ്യമായി അഭിമാനിക്കുന്നുണ്ടെന്നും എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. 8ാമത്തെ വയസ്സിൽ അധ്വാനിക്കുന്ന ഒരു പുരുഷൻ. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് അബ്ദുൽ കലാമിൻ്റെ മൈ ജേണി എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നും എടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.